ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് മാത്രമായിട്ടല്ല കേട്ടോ, കുറച്ച് ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഹാഫ് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ 4:45 സമയം കേട്ടോ. 5:30 5:35 രണ്ടാൾക്ക് മദ്രസയിൽ പോകാണ്ട്. അപ്പോൾ അവർക്ക് ചായയും കാപ്പിയൊക്കെ റെഡിയാക്കിയിട്ട് അവരെ വിടാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഡോറ് തുറന്ന പാടെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരാൾ. അപ്പോൾ ഒരു പൊട്ട് ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ വിളിച്ചിട്ട്. അപ്പോൾ അതൊന്ന് വന്ന് മണത്തിട്ട് പോക്കാണ് കേട്ടോ വേണ്ടാറിഞ്ഞിട്ട്. അപ്പം പൂരിയോ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ കൈക്കൂട്ടോ വന്നിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പോയി നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ചായയുടെ കടി ഉണ്ടാക്കാൻ നോക്കലാണ് കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം എടുത്ത് തിളപ്പിച്ച് ഉപ്പും ചേർത്തിട്ട് 2 കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ പൊടിയിലൊന്ന് വെള്ളം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഓരോ പൊടിക്കും ഓരോ വെള്ളത്തിന് അളവ് മാറ്റം വരും കേട്ടോ. അതേപോലെ ഒന്ന് വാട്ടി വെച്ചിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് അത് കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ അതൊരു 5 മിനിറ്റ് എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ടൊന്ന് ഇതേപോലെ ഉരുളാക്കിയെടുക്കാൻ പാകത്തിന് വെള്ളം കൂട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുക്കുമ്പോൾ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട. പിന്നെ അതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക, ഷേപ്പിലൊന്നും പരത്തിയെടുക്കണ്ട. പത്തിരിയുടേക്കായും കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ബൗൾ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങ ചേർത്തത് കൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, അപ്പോൾ അതിന് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും, നല്ല സോഫ്റ്റുമാണ്. ഇതേപോലെ ഇത് ചുട്ടെടുത്തിട്ട് ഗ്യാസ് സ്റ്റോവിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കിയിട്ട് ഒരാൾക്ക് 7:30 മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനെയും കൂടി ഒന്ന് കൊടുത്തിട്ട് സെറ്റാക്കി വിടില്ല. അപ്പോൾ ചായ കുടിക്കുന്ന നേരം കൊണ്ട് യൂണിഫോം കുറച്ച് തേക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തേച്ചിട്ട് അത് യൂണിഫോം ഇട്ടിട്ടാണ് മദ്രസയിലേക്ക് പോകൽ. വന്നു കഴിഞ്ഞാൽ ഒന്നിനും ടൈമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാതും തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവനെ മദ്രസയിലേക്ക് വിട്ടിട്ട് ബാക്കി മാവ് കുഴച്ചതിൽ 1.5 കപ്പ് ആവശ്യമുള്ളൂ പറഞ്ഞില്ലേ, ബാക്കിയുള്ള 1/2 കപ്പ് മാവ് കൊണ്ട് ഇതേപോലെ തന്നെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഷേപ്പിൽ കേട്ടോ. ഇതേ ഷേപ്പിൽ അതൊന്ന് ആവി കയറ്റിയെടുക്കുക 5 മിനിറ്റ് കേട്ടോ. അപ്പോൾ അല്പം ഓയിലാക്കിയിട്ട് വേണം അതിട്ട് കൊടുക്കാൻ. കുറച്ച് ശർക്കര മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്, അത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മെൽറ്റാക്കി എടുക്കുക. പനം കൽക്കണ്ടല്ലേ, അതൊന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കരനെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി തിളച്ച് വരുമ്പോൾ ബോൾസ് ആക്കി എടുത്തില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വിട്ട് കിട്ടാൻ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ ആകെ പാത്രത്തിൽ നിന്ന്. പിന്നെ അതേപോലെ ലോട്ടസ് സീഡില്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് അതൊന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി വെളുത്ത എള്ളില്ലേ, അതുകൂടി ചേർത്തിട്ട് ഇതേപോലെ ലൂസാക്കിയിട്ട് തന്നെ തീ ഓഫാക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ സ്കൂളിലേക്ക് വിടാനുള്ളവരെയൊക്കെ വിട്ടതിന് ശേഷം ക്ലീനിങ്ങും അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള ലഞ്ചിനായിട്ട് വന്നത്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും മറ്റു മസാല പൗഡറില്ലേ, മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ റോസ് സ്മെല്ല് മാറുകയും നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം കഴുകി ക്ലീനാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് മറ്റൊന്നും ഇപ്പോൾ വെള്ളം ചേർക്കണ്ട, നന്നായിട്ട് തന്നെ ഈ പൊടികളിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറുവോളം ഈ മസാലയിൽ സെറ്റായിട്ട് നിൽക്കോളം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അപ്പോൾ ഞാൻ ഇനി മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെക്കുക. അപ്പോൾ 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഇനി അത് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേ സെയിം പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വലിയ ഉള്ളി, തക്കാളി, പിന്നെ പച്ചമുളക് ഇത് ഒപ്പം തന്നെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട്
ഇഞ്ചി കുറച്ച് ചേർത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ, വലിയ ജീരകം 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, കുരുമുളക് ഞാൻ ഇതിൽ സമയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അത് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തു. ഇനി മസാലയിലേക്കുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഈ നേരത്തെ മാറ്റി വെച്ച ചിക്കനില്ലേ അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ. ഇനി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി വറ്റിച്ചെടുക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ഫ്രൈ ആക്കിയത് വേണം, ചിലർക്ക് മസാല ആയിട്ടുള്ള കറി എടുക്കാൻ വേണ്ട. അപ്പോൾ 2 പേർക്കും കൂടി പറ്റിയൊരൈറ്റം ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മസാലയിൽ ബീഫിൻ്റെ കൂടെയോ അതേപോലെ ചിക്കൻ്റെ കൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് ആവശ്യത്തിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കുറച്ച് അധികം ചേർത്ത് കൊടുത്തത് കേട്ടോ. അത് പറ്റുന്നവർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെന്താ അറിയോ, ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പെർഫെക്റ്റ് ആയെന്നുള്ള റെസിപ്പി മാത്രമേ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ സാലഡിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിച്ചിട്ടില്ല, അത് ഞാൻ ഷോർട്ടാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.